അപ്പോൾ ഞാനൊരു സോളോ റൈഡ് അടിച്ചാലാണ് വെച്ചിട്ടുള്ളത്. വെച്ചാൽ സാധാരണ ഉണ്ടെങ്കിൽ എപ്പോഴും 2-3 ആളായിട്ടേ ഉണ്ടാവും. അതിന് മുകളിലുണ്ടാവില്ല എൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിൽ 2 ആളെയുമ്പോൾ അല്ലെങ്കിൽ 3 ആളുണ്ടാവും. പക്ഷേ ഇതിൽ ഞാൻ സോളോ അടിക്കാൻ വിചാരിച്ചു. എന്നുവെച്ചാൽ ഓറൽ ദുബൈയിലായി പുറത്തായി. അപ്പം നമ്മൾ ഇവിടെ ഒറ്റക്ക് അപ്പം നമുക്ക് ഇടയ്ക്ക് എൻജോയ്മെൻറ്റ് വേണ്ടേ ഇടയ്ക്ക്. അപ്പം അങ്ങനെ എവിടെയാണ് പ്ലാൻ ആക്കിയിട്ടാ എന്തായാലും പറക്കുന്ന ഇറങ്ങുന്നുണ്ട്. ഫസ്റ്റ് താടി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ട്രിപ്പ് പോകുമ്പോൾ. അങ്ങനെ നമ്മളെ സെയിം ബൈൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ട്രിപ്പ് സ്റ്റാർട്ടായിട്ട് ബാക്കൽ ഫോർട്ടിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എൻ്റെ പെര അറിയാലായിരിക്കും അല്ലേ. ഞാൻ കാസർഗോഡ് നിന്നിട്ടാ കാസർഗോഡ് നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നുള്ളത്. ഇപ്പോൾ ബാക്കൽ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലുണ്ട്. വണ്ടിക്ക് നിർത്തിയാൽ ചെറിയൊരു മോഡിഫിക്കേഷനെല്ലാം ഉണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ആട്ടൊക്കെ എത്തുമ്പോൾ വേറെ ഒന്നുമില്ല, ചെറിയ സൗണ്ടിൻ്റെ ഇഷ്യൂ ആണ് മെയിൻ. പിന്നെ ഒരു അപ്സൈസ് ടയർ ഇട്ടിട്ടുണ്ട് ബാക്കിൽ. കാഞ്ഞങ്ങാട് കാസർഗോഡ് വരെ ഉള്ളതിൽ ബൈപ്പാസ് ഉണ്ട്. ഈ റോഡ് ഫുള്ള് പൊടിയായിട്ടാണുള്ളത്. ഇനി എപ്പോൾ ഈ നേരമാകുമെന്ന് അറിയാമല്ലോ. എന്താ വെച്ചാൽ ഒന്നാമത് മഴയും വരാനായി. ഇപ്പോൾ അടുത്ത മാസം തൊട്ട് മഴയാവും. കേരളത്തിലെ ബൈക്ക് റൈഡേഴ്സിനോട് ഇതാ വേണമെങ്കിൽ ഇപ്പം എക്സ്പ്ലോർ ചെയ്തോ. ഏത് നമ്മളെ NH66 6 വരിപ്പാത. കുറച്ച് കഴിഞ്ഞെങ്കിൽ ഇതൊന്നും ബൈക്കാർക്കുള്ളതല്ല. അങ്ങനെ ഓടി എടത്തി മാഹിയെത്തി, ജിയോൻ്റെ പമ്പെത്തി. അപ്പോൾ ഇവിടുന്ന് ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. നോക്കാം. 1100 ഫുൾ ടാങ്ക് ആയിന്. എന്നാൽ അത് അതിൽ കുറച്ച് പെട്രോൾ ഉണ്ടായിന് ഓൾറെഡി. അപ്പോൾ കുറേ അടിക്കട്ട് വന്നിട്ടാ. അപ്പോൾ ഇപ്പോൾ മാഹിയിൽ റൈറ്റെല്ലാം കൂടിയിട്ടുണ്ട്. മാഹിയിൽ ഇപ്പോൾ ലിറ്ററിന് 103 ഉറുപ്പ വന്നിട്ടുണ്ട്. പിന്നെ ഡീസലിന് നമ്മൾ 93 ഉറുപ്പ ആ റേറ്റായിട്ട് ജിയോൻ്റെ നമ്മളെ മാഹിയിലത്തെ പമ്പിലും റേറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നലെ എന്താ വെച്ചാൽ മാഹിയിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് കീഞ്ഞു കോഴിക്കോടൊക്കെ എത്തുമ്പോഴത്തേക്ക് ഫുള്ള് മഴ, അടിച്ചു മഴ തന്നെ. പിന്നെ എന്തായാലും രാത്രിയായി, ഇന്നലെ ഇറക്കുമായി ഒന്നാമത്. ചില ഞാൻ ഇന്നലെ പെരക്കി പിന്നെ 4 മണിക്കാണ് കീഞ്ഞിനെ പറയുന്നത്. അപ്പോൾ അടുത്തൊക്കെ എത്തുമ്പോൾ പിന്നെ ഇരുട്ടായി. കോഴിക്കോട് എത്തുമ്പോൾ അങ്ങനെ സ്റ്റേ അടിച്ചവിടെ വെച്ചാൽ മറഹബ ഡോർമെട്രിയില്ലേ. അപ്പം നമുക്ക് സോളോ റൈഡിന് ഒറ്റക്കല്ല അഡ്ജസ്റ്റ് ആക്കാൻ നല്ല മതി ഡോർമെട്രിയിലാണ്. അപ്പോൾ 250 ഉറുപ്പക്ക് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടായി, നല്ല ഡോർമെട്രി AC. അപ്പോൾ അവിടെ സ്റ്റേ അടിച്ചിട്ടായിട്ട് രാവിലെ 7 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ കോഴിക്കോടിന് NH66 കയറിയിട്ടുണ്ട്. കോട്ടക്കല്ല് എത്തുന്നതിന് ഒരു 5 കിലോമീറ്റർ മുന്നേ ഉള്ള ഒരു വ്യൂ. ഏതല്ലേ. അപ്പം നമ്മൾ പാലക്കാട് റോഡിൽ കയറിയിട്ടുണ്ട്, പെരിന്തൽമണ്ണയിൽ നിന്ന് മലപ്പുറത്തുനിന്ന്. ഏതാ റോഡ് പറഞ്ഞാൽ കൊടുത്തൊക്കെ 150 പായും. അതങ്ങനെ കൊയിഞ്ഞമ്പാറയിലൊക്കെ എത്തിയിട്ടുണ്ട്. പൊള്ളാച്ചിക്ക് വന്ന റൂട്ട് പൊള്ളാച്ചി. അങ്ങനെ അടുത്തി തമിഴ്നാട് കേരള ബോർഡറിലുണ്ട്. പൊള്ളാച്ചി തന്നെ ഇത്. അങ്ങനെ ഒരു ലൈറ്റ് ചായയും പിന്നെ ഗോളിയത്. നിങ്ങളെ നാട്ടിലെന്ത് പറയല്ലേ ഇനി? ഗോളിയത് തന്നെയല്ലേ ഈ സാധനത്തിന്? ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ലേറ്റായിട്ടേ കഴിക്കുമല്ലോ. സമയം ഇപ്പോൾ എത്ര മണി? ഇപ്പം 10 മണി കഴിഞ്ഞത്. പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്ക് വന്ന റോഡിൽ, പാലക്കാട് നിന്ന് ബോർഡർ എത്തുന്ന റോഡിൻ്റെ ഭയങ്കര മുഷ്കിൽ. വെച്ചാൽ ഈ പാച്ച് അടിച്ച റോഡില്ലേ, കട്ടിങ് ആയിട്ട് അങ്ങനത്തെ റോഡ്. അത് ആ ബൈക്കിലോ നോക്കെല്ലാം അറിയാം. വെച്ചാൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. കാരണം കാറിലും അത് വലിയ സീനില്ല. ഈ പാച്ച് അടിച്ചത് ഇങ്ങനെ കയറി കീഞ്ഞ് ഒരു 6 കൊല്ലം പിടിച്ച റോഡ് ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പം നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് ബോർഡർ കഴിഞ്ഞിട്ട്. ഇനി പൊള്ളാച്ചി എത്തുന്നവരെ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഇന്നലത്തെ റൂമൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു നിങ്ങൾക്ക്. എന്താ വെച്ചാൽ ഇന്നലെ ഉണ്ടായത് മർഹബ ഡോർമെട്രിയിലാണ് നമ്മൾ കോഴിക്കോട്. ചെറിയ പൈസയില്ല, നമുക്ക് സോളോ അടിക്കുന്ന ആൾക്കാർ ഏറ്റവും ബെറ്റർ അതാണ്. നമുക്ക് ജസ്റ്റ് നമുക്ക് ഒന്ന് ക്ഷീണം തീർക്കണം, അത്ര തന്നെ. നല്ല AC കിട്ടി. അപ്പം നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ. പോയിട്ട് കിടന്ന് കഴിച്ചിട്ട് വന്ന് ചില ആകെ 250 ഉറുപ്പ ഞാൻ കൊടുത്തിട്ടാണ് ഡോർമെട്രിയിൽ. അത് കാണിക്കുന്നുണ്ടായി, പക്ഷെ മിസ്സായി. നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ആക്കി നോക്കിയാൽ മതി. ഏതാ വെച്ചാൽ മർഹബ ഡോർമെട്രി എന്നാണ് പേരുള്ളത്. അപ്പം തന്നെ കിട്ടും നിങ്ങൾക്ക്. പിന്നെ ഇന്നലെ രാത്രിയത്തെ ഫുഡ് എന്തുണ്ടായെന്ന് വെച്ചാൽ പരക്കുന്ന മുമ്പ് ഇറച്ചിൻ്റെ ചില്ലി കെട്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൈമണ്ടായതുകൊണ്ട് ഇന്നലെ 2 പൊറോട്ട മാത്രമേ ഞാൻ മേങ്ങിയിട്ട് പുറത്തുനിന്ന്. അപ്പോൾ അത് കൂട്ടിയിട്ട് ഇന്നലെ നല്ല അടിച്ചു ബീഫും പൊറോട്ടയും
എന്നിട്ടായിട്ട് ഇന്നലെ നല്ല ഏസിൽ കിടന്നുറങ്ങി രാവിലെ കഴിഞ്ഞാണ്. അങ്ങനെ ഇപ്പതാ പൊള്ളാച്ചിക്ക് വന്ന റൂട്ടിലുണ്ട് കൊടൈക്കനാൽ. നോക്കാൻ പോയിട്ട് കഴിയുന്നില്ല മോനെ. ഇരുന്നിട്ട് കൊണ്ടിയെല്ലാം പോയി കസാലയിൽ ഇരുന്നിട്ടുണ്ട് വന്നിട്ട്. ആരെ പെരനൊന്നും അറിയാല. എണിച്ചിട്ട് വായിക്കുമ്പോ പോയാ മാഷാള്ള വണ്ടി ഇത്രയെല്ലാം പാഞ്ഞിട്ട് ഒരു അനക്കമില്ല. വണ്ടി നല്ല കണ്ടീഷനിലുണ്ട്. ഞാൻ മാഹിന്ന് ഫുൾ ടാങ്ക് അടിച്ചതാണ്. ഇപ്പോഴത്തേക്ക് എണ്ണ നോക്കിയ ആകെ ഒരു കുറ്റി ഇറങ്ങിയിട്ടുള്ളത്. അതെ, ബാക്കി അങ്ങനെ ഉണ്ട്. കുറെ കിലോമീറ്റർ ആയി പായിന്ന്. കാസർഗോഡ് നിന്ന് ഇപ്പോൾ പൊള്ളാച്ചിക്ക് എത്തി ഏറെക്കുറെ. ഏതാ മജ കാറ്റാടി എന്താ തിരിയുന്നത്. എത്രക്കുണ്ടോ കുറേ ഒരു ലീഫല്ലേ അടുത്തുനിന്ന് ഇപ്പൊ കാണുമ്പോ മനസ്സിലാവുന്നത്. പളനിക്കുള്ള റൂട്ടില് നാഷണൽ ഹൈവേ എത്ര ഇത് ടോള് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബൈക്കിനുണ്ടാ അറിയാലോ ടോള്. പോയേക്കാം. ഈ ടോള് പണി കഴിയുന്നുള്ള ടോളാണ്. കേടല്ലേ അറിയില്ല. ഇപ്പൊ ഒന്നും ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല. എല്ലാത്തിനും വിടുന്നുണ്ട് കറക്റ്റ് തന്നെ. കേടിയും ക്യാഷൊന്നും കഴിയുന്നില്ല. പളനിക്കനുള്ളത് 48 കിലോമീറ്റർ. കാറ്റാടി യന്ത്രാല് തിരി നോക്കിയ അപ്പോഴത്തേക്ക് ഇത് ഇവിടെ ഒരു കുറ്റം കെട്ട തിരിയുന്നില്ല. ഇതിന്റെ ബാരിങ് പോയിന് വന്ന് ബാക്കിയെല്ലാം തിരുന്നുണ്ട്. അതൊന്നും തിരുന്നില്ല. ഒന്ന് കൊടൈക്കനാൽ റോഡിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ പോയോണ്ടുണ്ട്. അങ്ങനെ ഒരു വെള്ളം കുടിക്കാണ്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ കൊടൈക്കനാൽ റൂട്ടിൽ നിന്ന്. സ്ഥലം മജൂത്ത് സ്ഥലം. കൊടൈക്കനാലിലൊരു ടോയ്ലറ്റിൽ വന്നിട്ടില്ല പമ്പിൽ. ഇതിനില്ല. കൊടൈക്കനാൽ എത്തിയിട്ടാ. പിന്നെ ഒരു 60 കിലോമീറ്റർ 50 കിലോമീറ്റർ ഒന്നും ഉണ്ട് കൊടൈക്കനാലിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ആംബിയൻസ് കാണിച്ചാൽ ഇതാണ് ടോയ്ലറ്റ്. പമ്പിൻ്റെ ബാക്ക് സൈഡിലുള്ള ഇതാണ് ബയ്യല. ഫ്ലൈറ്റൊക്കെ ആണ് ടോയ്ലറ്റെല്ലാം. ഓപ്പൺ ബത്താണ്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൻ്റെ ഹിൽ ടോപ്പിലേക്ക് പോയിട്ട് കയറാൻ പോകുന്നുണ്ട്. ഫസ്റ്റത്തെ വളവിലുള്ളത് ഞാൻ താഴെയുള്ളത്. ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല. ചൂടുമില്ല തണുപ്പുമില്ല. ഒരു മീഡിയമിൽ നിന്നിട്ടുള്ളത്. ഇങ്ങനെ ഇപ്പോൾ നോക്കാൻ ബാക്കി പോയിട്ടായിട്ട് എങ്ങനെ ഉണ്ടാവുന്നു. വണ്ടി ഇതാ പുലിക്കുട്ടൻ നടക്കുന്നുണ്ട് ഇപ്പോഴും. കൊടൈക്കനാലിലേക്കുള്ള റൂട്ട് ഞങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്നൊന്നുമില്ല. അമ്മ ഫുള്ള് ടോപ്പിൽ കയറുന്ന ആൾക്കാർ. അങ്ങനെ ഞാനും നമ്മളെ വണ്ടിയും ഹിൽ ടോപ്പിലേക്ക് എത്താൻ പോകുന്നില്ല. എത്തിയിട്ടാ എൻ്റെ അടുത്ത് നല്ല വ്യൂ ഉണ്ട്. അങ്ങനെ സ്റ്റോപ്പാക്കി നിർത്തിയത് കാണിച്ചറിയാം നിങ്ങൾക്ക് ഞാൻ. ഏതാ ഫ്രെയിം ഓക്കെ സീനല്ലേ. ഇപ്പൊ നട്ടുവച്ച സമയം. അങ്ങനെ ഇവിടുന്നും മേലോട്ട് കയറാൻ പോകുന്നുണ്ട്. ഇനി അടുത്തത് ബാക്കി അടച്ചെന്നിട്ട് കാണിച്ചു തരാം. നോക്കാം. നല്ല വ്യൂ ഉള്ള ഇടത്തുള്ള ഞാൻ സ്റ്റോപ്പ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഏറെക്കുറെ ഉള്ള നമുക്ക് കയറി വന്ന റോഡിൽ നോക്കിയേ. അവിടെ നിന്ന് അങ്ങനെ ഓടി ഇവിടെ എല്ലാം എത്തി വന്നത്. ഇത് എത്തുന്നില്ലാന്ന് പണ്ടാരം പിടിച്ചത് മുകളിലേക്ക്. എൻ്റെ കുണ്ടിയാണെങ്കിൽ പോയി. കുണ്ടിയല്ല വന്നത്. എന്താ ഷോൾഡർ മുമ്പിൽ എടുക്കുന്നത്. ഹെയർ പിന്നെല്ലാം കയറുമ്പോൾ നല്ല പഞ്ചിങ് നമ്മുടെ ഷോൾഡറിലേക്കാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഷോൾഡർ നല്ല മുമ്പിലുണ്ട്. പോയിട്ട് ഒരു കടത്തോട്ട് നല്ല മജബൂത്തിലാവും. എത്തുന്നേ ഇല്ലേ മുകളിലേക്ക്. ഇത് ഇവിടത്തേക്ക് എത്തി. നല്ല വ്യൂ ഉണ്ട്. പക്ഷെ നോക്കിയാ ഏതാ വ്യൂ നോക്കാറോ സീൻ. ഇതേതോ വില്ലേജ് ഉണ്ട് കേട്ടോ അവിടെ. ഒരു ഓക്കെ കണ്ടോ മൂടുണ്ട്. പക്ഷെ മഴയൊന്നുമില്ല.
നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പും വന്ന്. ഐഷ് ഈ പയ്യന് വേറേടി കെട്ടാൻ സ്ഥലം കിട്ടിയിട്ടേ ഇത് നോക്കറോ. ഐഷ് വേറേടി പുല്ലില്ലാന്ന്. ഇതിപ്പോ താക്ക് വരും, ഞാൻ കാണുന്നുണ്ട് ഇതിനെ താക്ക് വരുന്ന. കൊടൈക്കനാൽ ക്ലൈമറ്റ് എല്ലാം മാറി മാറാൻ തീപ്പൊരു ക്ലൈമറ്റ്, ഫുൾ തണുപ്പാണ്. അങ്ങനെ നമ്മതാ കൊടൈക്കനാലെത്തി. ഏതാ വാട്ടർഫോൾ നോക്കിയിട്ട്, തല്ലിപ്പൊളി വാട്ടർഫോള്. റൂമെല്ലാം നോക്കുന്നുണ്ട്. കൊടൈക്കനാൽ, ഞാൻ കേരളതാ. നീ ഇങ്ങ താനാ? നീ ഇങ്ങയാ? തോട്ടത്ത് വേല പക്കറ. ആമാ, ഇത് ഡോർമെട്രിയാ? ஆமா. 4 பேர் இருந்தா இது ஃபுல்லுமே கொடுப்பீங்களா? மொத்தம் 10 பேர். ஆமா. ഇതാ 3, 6, 8, 9, 10, 12 ആൾക്ക് കിടക്കാം അതിനുള്ളിൽ. ഗ്രൂപ്പ് ആർക്ക് കൊടൈക്കനാലിൽ ഒരു ഡോർമേറ്ററി ഇട്ടിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടായിട്ട്. നല്ല ഡോർമേറ്ററി, വ്യൂ ഉള്ള ഡോർമേറ്ററി. എന്നതാ റെസ്റ്റോറൻറ്റ്, ചെറിയൊരു ഷോപ്പും ഉണ്ട്, ക്യാമ്പ് ഫയർ സെറ്റപ്പും ഉണ്ട്. ബാച്ചിലേഴ്സിന് പറ്റിയ സ്ഥലം. നമുക്ക് റെന്റ് ജാസ്തി ആയിരിക്കും இல்லையா? ஒராளுக்கு இந்த மாதிரி டார்மேட்டரி தான் ரொம்ப யூஸ்ஃபுல்லா இருக்கும். சின்ன அமௌண்ட் தான், 250 தான் இருக்கு. பாத்ரூம் இங்கே இருக்கு, எல்லாமே இருக்கு, வியூ இருக்கு, தண்ணி இருக்கு, எல்லாம் இருக்கு, தண்ணி இருக்கு, எல்லாம் இருக்கு. ஐயோ சாமி வேற ஏய் கூட்டு போங்கடா, கோவத்துல போட்டுற போறேன். அங்க வருவாங்க பசங்க வந்தா ஜோலியா இருக்காளால. 10 பசங்க 8 போய் 6 பேர் இப்படி வருவாங்க. இதுக்குதான். ஆமா பெரிய அங்க அதுக்குள்ள காட்டேஜில் தான் அங்க 4 ரூம் இருக்கு, பெரிய ரூம். அதுக்கு வந்து ஆளுக்கு ஃபேமிலிக்கா அது யூஸ் பண்ணிக்கலாமே. റൂമിലെല്ലാം പാക്ക് ചെയ്ത് വെച്ച് ഫുഡ് കഴിക്കാൻ നല്ല ഇറങ്ങാം. വ്യൂ അല്ല അപാര വ്യൂ ഇടുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം, നോക്കാമല്ലോ എന്ത് കിട്ടുന്നതെന്ന്. ഞാൻ എടുത്തോളം ഫുഡ് കഴിച്ചിട്ടാ. 2 മണിയായി കൊടൈക്കനാൽ എത്തുമ്പോൾ. അപ്പോൾ അതാ കൊടൈക്കനാൽ ടൗണിൽ കുറച്ച് മുകളിൽ വന്നിട്ടുണ്ട്, റൂമിൻ്റെ അടുത്ത് തന്നെ. കഴിക്കാനെന്ന് വെച്ചിട്ട് വന്ന് തമിഴ്നാട് ഫുഡ് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പിലുണ്ട്. അപ്പോൾ 2 പീസ് ഫ്രൈഡ് ഉള്ള ഒരു കോംബോ ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നു. ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ട്, ഫസ്റ്റ് ഇത് കഴിക്കാം. അപ്പോഴത്തേക്ക് മഴയും വന്ന് അതാ ബാക്കി ഐറ്റംസും വന്നിട്ടുണ്ട്. ഏതാ തണുപ്പ് വരണ കൊടൈക്കനാൽ. സീന് വ്യൂ. സമയം ഇരുട്ടാവുന്നതേ ഉള്ളൂ. ഞാൻ മോനെ ഐസ് കട്ട കൊടൈക്കനാല്. ഐസ് കട്ട എന്ന് പറഞ്ഞാലില്ലേ ചെറിയ തണുപ്പൊന്നുമല്ല, നിൽക്കാനില്ല. എന്താ ക്ലൈമറ്റ് പോയി ചളിച്ച് കിടുകിട് വറക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് നൂഡിൽസ് എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രൈഡ് ചിക്കൻ തന്നിട്ട് വന്നത്ര ഞാൻ ഓൾറെഡി വേറെ തന്നെ ഉണ്ട് ഇപ്പോഴും, പിന്നെ ജസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളത്തത് നാളെ ഒന്ന് പാർട്ട് വേറെ ആക്കിയിട്ട് നോക്കിയിട്ട് ഇടാം കഴിയുന്നുണ്ടെങ്കിൽ. ഈ വ്ളോഗ് ലെങ്ത് ഉണ്ടാവില്ലെന്നൊന്നും അറിയാലോ, ചിലപ്പോൾ ഷോർട്ടായിരിക്കും, ചിലപ്പോൾ ലെങ്ത് ഉണ്ടാവും. എന്തായാലും കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കണിന് മറ്റേ അടിച്ചമർത്തണം. എനിക്ക് അതൊന്നും പറയാനറിയില്ല, അതുകൊണ്ട് ഉള്ള കണക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ തീരുമാനിച്ചാൽ മതി.